നമ്മുടെ മലയാളത്തിന്റെ ഒരു പുതിയൊരു രീതി തന്നെ വന്നു തോന്നുന്നു. ശരിക്കും ക്ലാസിക് ഡെഫിനറ്റ്ലി പ്രിയൻ സാറും കമൽ സാറും ഒക്കെ പറഞ്ഞ പോലെ ശരിക്കും ഇതൊരു വേറിട്ട ഒരു ഇതായിരുന്നു. മലയാള സിനിമയിൽ ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ഞാൻ അങ്ങനെ ഒരു സിനിമ ഇങ്ങനെ ഒരു സിനിമയും കണ്ടിട്ടില്ല സത്യം. ഇപ്പോഴും അത് നമ്മളിങ്ങനെ ഒരു എന്താ ആ ഫീലിൽ നിൽക്കുക. ആക്ച്വലി ഇന്നലെ ഞങ്ങൾ പ്രിവ്യൂവിന് വന്നെങ്കിലും ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു എൻ്റെ ക്യാരക്ടറും മൊത്തത്തിൽ. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ കഥയിലേക്ക് സത്യത്തിൽ ഇൻവോൾവ് ആവാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ കണ്ടപ്പോൾ ഞാനൊരു പുതിയൊരു ഒരു പബ്ലിക്കിൽ ഇരുന്ന് കണ്ട പോലെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അയ്യോ അമേസിങ്, ഭയങ്കര എന്താ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു പുതിയൊരു രീതി തന്നെ വന്നു തോന്നുന്നു. ശരിക്കും ക്ലാസിക് ഡെഫിനറ്റ്ലി പ്രിയൻ സാറും കമൽ സാറും ഒക്കെ പറഞ്ഞ പോലെ ശരിക്കും ഇതൊരു വേറിട്ട ഒരു ഇതായിരുന്നു. ഭയങ്കര അയ്യോ പറയാനുണ്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഒരു ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അമേസിംഗ് ആയിരുന്നു. ഞാനെന്താ പറയാ, എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു, ഒരു യൂണിവേഴ്സിലായിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ അത്രയ്ക്കും നമ്മളെ ഇങ്ങനെ ഒരു പല തലങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറയില്ലേ, പല തലങ്ങളിലൂടെ കൊണ്ടുപോകാന്ന് പറയില്ല, അതുപോലെ കൊണ്ടുപോയതാണ്. ഓരോ കഥാപാത്രവും അല്ലെങ്കിൽ ഓരോ കറക്റ്റായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യ അഭിനയിച്ചുകൊണ്ട് ഞാനങ്ങനെ ഇതായിട്ട് പറഞ്ഞ ശരിയല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞേ, ഇവരുടെ ഇത്രയും പ്രതിഭകളുടെ ഒരു സമ്മേളനമാണ് ഈ സിനിമ. ആ സിനിമ ഇതായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതാണ് പ്രതീക്ഷിക്കുന്നതല്ല, തികച്ചും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു സംഭവമാണ്. നമ്മൾ അവരുടെ ഈ രണ്ട് പടത്തിനുമായിട്ട് യാതൊരു സാമ്യമില്ലാത്ത ഒരു സബ്ജക്റ്റും വേറെ ട്രീറ്റ്മെന്റും. അതെ, എനിക്ക് തോന്നുന്നു ഇത് ഒരു മലയാള സിനിമയിൽ ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ഞാൻ അങ്ങനെ ഒരു സിനിമ ഇങ്ങനെ ഒരു സിനിമയും കണ്ടിട്ടില്ല സത്യം. എന്ന് വെച്ചാൽ ഇതൊരു വേറെ തലത്തിക്കൂടെ നമ്മളിങ്ങനെ നമുക്ക് തന്നെ അറിയില്ല ഇത് എങ്ങോട്ടാ പോണേന്ന്, ഒരു ഐഡിയയും കിട്ടണില്ല അല്ലേ. അങ്ങനെ കൊണ്ടുപോകണം. അതാണ് ആ സിനിമയുടെ ഇത്രയും ഹിറ്റ് കൊടുത്തൊരു, അത് മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം ആളുകൾ അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുക. സ്റ്റാർ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ ടൊവി ഉണ്ട്, പക്ഷെ ടൊവിയുടെ ക്യാരക്ടറൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ടൊവിനാണെന്ന് നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല, അതാണ് സത്യം. അതുപോലെ എനിക്ക് ടൊവിനോ ബീനൊക്കെ ഉള്ളൂ. അതില് ബീന പിന്നെ നേരത്തെ പക്ഷെ ആ ഫ്രഷ്നെസ് ആണ് ഈ സിനിമയുടെ മറ്റൊരു ഫ്രഷ്നെസ് ഇല്ലേ. എനിക്കറിയാം, ഞാൻ പറഞ്ഞു ഇതൊരു ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ്. ചിദംബരത്തിന് ഹാറ്റ്സ് ഓഫ്, പിന്നെ ജിത്തു മാധവൻ, ഷൈജു ഖാലിദ്, പിന്നെ നമ്മുടെ സുഷി. മ്യൂസിക് എന്താ, അതിന്റെ സൈലൻസ് പോലും അതിൽ മ്യൂസിക്കാ. അതൊക്കെയാണ് ഈ സിനിമയുടെ, നമ്മളൊന്നും പറയണില്ല കൂടുതൽ. കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഈ സിനിമ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു, ഈ സിനിമ ആരും അങ്ങനെ കുറ്റം പറയാൻ സാധ്യതയില്ല. ഒരു നല്ലൊരു മൂവി കാണുന്ന ഒരു വേൾഡ്.